സമർപ്പണം. ജീവിതത്തിൻ്റെ വസന്തകാലം ഒരാദർശത്തിനായി സമർപ്പിച്ച അജ്ഞാതരായ ഒരുപിടി ദേശസ്നേഹികളുടെ ഓർമ്മയ്ക്ക്. എന്തുവാടേ ഗോവിന്ദ്, ഇത്ര തിരക്കിട്ട് എങ്ങോട്ടാടേ? എല്ലാവരും ഉണ്ടല്ലോ. ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് പോടേ. മെയിനാടാ, കട്ട് ചെയ്യാൻ ഒക്കത്തില്ല. ലാസ്റ്റ് ടൈമിൽ കട്ട് ചെയ്ത പ്രോബ്ലം. പോരാത്തതിന് ദുർവാസാവിന്റെ ക്ലാസ്സും കൂടിയാ. ഓ, നീ പോയി പാടി, ഞങ്ങൾ ഇവിടെ അല്പം പുഷ്പോത്സവം കാണട്ടെ. ഹലോ. രാത്രി മഴ പണ്ടെന്റെ സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരി അണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. രാത്രി മഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും. രാത്രി മഴ പണ്ടെന്റെ സൗഭാഗ്യ രാത്രികളിൽ എന്നെ ചിരിപ്പിച്ച കുളിർ കോരി അണിയിച്ച വെണ്ണിലാവേക്കാൾ പ്രിയം തന്നുറക്കിയോരന്നത്തെ എൻ പ്രേമസാക്ഷി. രാത്രി മഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും നിനക്കെന്താ ക്ലാസ് മാറിപ്പോയോ? മാത്സ് ഡിപ്പാർട്ട്മെന്റ് അപ്പുറത്താളിയാ. അറിയുന്നതെന്തുകൊണ്ട് അവന്റെ ഒരു വരട്ട് കവിത. നിന്നെയൊക്കെ ആരടാ മാത്സ് പഠിപ്പിച്ചോണ്ട്?
Complex number is an expression of the form Z is x plus iy, where x and y are real numbers. I denotes root of -1. We have also mentioned about the addition and subtraction of the complex numbers. Z1 plus Z2 is equal to x1 plus x2 plus I into y1 plus y2. And similarly, Z1 minus Z2 is equal to x1 minus x2 plus I into y1 minus y2. And now we are going to study about another representation of the complex numbers. That is, if Pxy is a point on the plane and the point O as the origin, the distance OP is equal to r, and then this angle theta. Then Z is equal to r into cos theta plus I sin theta. Govind, what are you doing there? Please stand up. Get out, I say. ചുടുനഞ്ചു ചുവടെ ഞാൻ പിഴുതെടുത്തു എന്റെ നിലവിനെ നാക്കിലെ തുമ്പിൽ വെച്ചു വരികന്റെ പ്രേത പിതാമഹന്മാരിൽ ബലിയുണ്ടു തൃപ്തരായി പരലോകമേറുവിൻ നിറകൻ നനച്ചതില ശ്രാദ്ധമാണിന്നിവൻ ബലിതൂകുവാൻ കാത്തുവച്ചതെന്നോർക്കുക നിണമുണ്ടു കരളിന്റെ രുചിയുമുണ്ടെങ്കിലും ഇതുമേറെ വ്യാജമെന്നരുതേ കഥിക്കരുതേ. എന്താ രാവിലെ തന്നെ ഗോവിന്ദന്റെ ക്ലാസ് മരച്ചോട്ടിലായോ? ദുർവാസാവ് കോപിച്ചു. രാവിലത്തെ ഗൗരിയുടെ കവിതാലാപന പ്രശ്നമാക്കിയത്. ഏ ഗോവിന്ദ്, ഞാൻ കാരണം ക്ലാസ്സിൽ നിന്ന് ഏയ്, ഗൗരി കാരണമൊന്നുമല്ല. നല്ലൊരു കവിത നന്നായി ചൊല്ലുന്ന കേട്ടപ്പോ കണക്കിന്റെ ഉണക്ക സൂത്രവാക്യങ്ങളൊക്കെ എനിക്കിഷ്ടം. കവിതയുടെ ലോകോ. ആ, കവിത നന്നായിരുന്നു കേട്ടോ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? ആ, ചോദിക്ക്, എന്നിട്ട് തീരുമാനിക്കാം സത്യം പറയണോ വേണ്ടിയൊന്ന്. മരച്ചോട്ടി വെച്ച് ചൊല്ലിയ ആ കവിത അതാരെഴുതിയതാ? അതൊരു അജ്ഞാതന്റെ കവിതയാ. ഏ അജ്ഞാതൻ, കവിത നന്നായിരുന്നു കേട്ടോ. കൺഗ്രാറ്റുലേഷൻസ്. എന്നിട്ട് അന്നു ഞങ്ങൾ മേജർ ജനറൽ ഷാനവാസ് ഖാന്റെ നേതൃത്വത്തിലുള്ള സുഭാഷ് ബ്രിഗേഡിലായിരുന്നു. ബ്രിട്ടനെതിരെ നേതാജി യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷം ഭാരതം ലാക്കാക്കി നീങ്ങിയ ആദ്യ ബ്രിഗേഡ്. തായ്പിങ്കിൽ നിന്ന് റംഗൂൺ വഴി ഭാരതത്തിലേക്ക് ഏതാണ്ട് 5 ആഴ്ചത്തെ യാത്ര. 400 മൈൽ നടക്കണം. ഭാരത സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറായ ഞങ്ങൾക്ക് കാടും മലയും ഈ ദൂരവുമൊന്നും ഒരു പ്രശ്നമായിരുന്നില്ല. മലമ്പനിയും ചതുപ്പുകളും മരണത്തിൻ്റെ താഴ്വരകൾ സൃഷ്ടിച്ച മണ്ണിൽ ഞങ്ങൾ പൊരുതി നീങ്ങി. പക്ഷേ കാലാവസ്ഥയും വിധിയും ഞങ്ങൾക്കെതിരായിരുന്നു. ഞങ്ങൾ പിന്മാറുമ്പോൾ 27,000 ദേശാഭിമാനികൾ ആ ഉദ്യമത്തിൽ ബലിദാനികളായി കഴിഞ്ഞിരുന്നു. ഭാരതത്തിന് സ്വാതന്ത്ര്യം കിട്ടുമ്പോ വാസുവേട്ടൻ എവിടെയായിരുന്നു? ഞങ്ങൾ INA ഭടന്മാരിൽ പലരും അന്ന് ബ്രിട്ടീഷ് ജയിലിലായിരുന്നു. 47 സ്വാതന്ത്ര്യം ഞങ്ങളെ പലരെയും സ്വതന്ത്രരാക്കി. കുറെ പേരെ മരണം അതിനു മുമ്പേ സ്വതന്ത്രരാക്കിയിരുന്നു. അവർ ഭാഗ്യവാന്മാർ. അവർക്ക് സ്വതന്ത്ര ഭാരതത്തിലെ ഇന്നത്തെ അവസ്ഥ കാണേണ്ടി വന്നില്ലല്ലോ. 47 സ്വാതന്ത്ര്യം മറ്റൊരു പാരതന്ത്ര്യത്തിൻ്റെ തുടക്കമായിരുന്നുവെന്ന് ഇപ്പോൾ തോന്നുന്നു. കാശ്മീർ, ആസാം, മിസോറാം, നാഗാലാൻഡ്, മാറാടുകൾ, ഗോത്രകൾ എല്ലാം ചേരുന്ന ഭീകര സ്വാതന്ത്ര്യം. ഭാര്യയും മക്കളും കുടുംബവും ഒന്നുമില്ലാതെ ഞങ്ങളൊക്കെ ജീവിതം ഹോമിച്ചത് ഇതിനായിരുന്നില്ല. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുവാൻ ബഹുമാനപ്പെട്ട ജില്ലാ കളക്ടറെ ക്ഷണിച്ചുകൊള്ളുന്നു.
most honorable principal, and most venerable people on the stage, dear friends. യുവതലമുറയുടെ ഈ രംഗത്തേക്ക് കടന്നു വരാനും വളരെ പ്രധാനപ്പെട്ട ഒരു ഫംഗ്ഷൻ ഉദ്ഘാടനം ചെയ്യാനും ക്ഷണിച്ച എൻ്റെ മാന്യ സുഹൃത്തുക്കളോട് എനിക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. അതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഗംഭീരമായിരിക്കട്ടെ എന്ന് ഞാൻ ആദ്യമായി ആശീർവദിക്കുന്നു. എന്ന് മാത്രമല്ല, ഇന്നത്തെ ഉദ്ഘാടന കർമ്മത്തിൽ പൂർണ്ണ വിജയമുണ്ടാകട്ടെ എന്നും ഞാൻ ആശംസിക്കുന്നു. രാത്രി മഴയോടു ഞാൻ പറയട്ടെ, നിന്റെ ശോകാർദ്രമാം സംഗീതമറിയുന്നു ഞാൻ. നിന്റെ അലിവും അമർത്തുന്ന രോഷവും ഇരുട്ടത്തു വരവും തനിച്ചുള്ള തേങ്ങിക്കരച്ചിലും പുലരിയെത്തുമ്പോൾ മുഖം തുടച്ചുള്ള നിൻ ചിരിയും തിടുക്കവും നാട്യവും ഞാനറിയും. അറിയുന്നതെന്തുകൊണ്ടെന്നോ സഖീ, ഞാനുമിതുപോലെ രാത്രി മഴ പോലെ. ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഉൽപ്പന്നങ്ങളായ നാം ഈ നാടിന് എന്ത് നൽകുന്നു? നമ്മളുടെ ഓരോരുത്തരുടെയും വിദ്യാഭ്യാസത്തിന് വേണ്ടി ഈ നാട്ടിലെ ഓരോ പാവപ്പെട്ടവന്റെയും വിയർപ്പിന്റെയും അധ്വാനത്തിന്റെയും ഫലം നാം പിടിച്ചു വാങ്ങുന്നു എന്ന് വിസ്മരിക്കാൻ പാടില്ല. പെറ്റ നാടിന്റെ നൊമ്പരം തിരിച്ചറിയാൻ കഴിയാത്ത ഒരുവൻ യഥാർത്ഥ പൗരനല്ല. ലളിതഗാന 1ാം സ്ഥാനം കുമാരി ഗൗരി, തേർഡ് DC മലയാളം. കവിതാ പാരായണം 1ാം സ്ഥാനം ഗോവിന്ദ്, തേർഡ് DC മാത്സ്. മലയാള പ്രസംഗം 1ാം സ്ഥാനം ഗോവിന്ദ്, തേർഡ് DC മാത്സ്. ഏറ്റവും കൂടുതൽ പോയിന്റുകൾ നേടി കലാപ്രതിഭയായിരിക്കുന്നത് ഗോവിന്ദ്, തേർഡ് DC മാത്സ്. എന്താ കലാപ്രതിഭ വീട്ടിൽ പോന്നില്ലേ? ആ ഗൗരിയോ, എന്താ ഗായികയോട് ചുറ്റിത്തിരിയുന്നത്? കലാപ്രതിഭ ഒന്ന് കണ്ട് അനുമോദിച്ചിട്ട് പോവാന്ന് കരുതി. ഓ, മനുഷ്യന് അല്പം സ്വരം തരില്ലെന്നാണോ ഭാവം? ക്ഷമിക്കണം, ഞാൻ ആർക്കും ഒരു സ്വരക്കേടാവുന്നില്ല, പ്രത്യേകിച്ച് ഗോവിന്ദന്. ഏയ് ഗൗരി, പ്ലീസ് എന്നോട് ക്ഷമിക്കൂ. ഞാൻ ഒന്നും ഓർത്തു പറഞ്ഞല്ല. ക്ഷമിക്കാം, പക്ഷേ ഗോവിന്ദന്റെ കവിതകൾ ഇന്നെനിക്ക് വായിക്കാൻ തന്നേക്കണം. എന്താ, സമ്മതിച്ചോ? സമ്മതിച്ചു. അസ്തമനത്തിൻ മഹാമൗന നൊമ്പരം ഹൃത്തിൽ ഉറന്നൊഴുകുന്നൊരീ സന്ധ്യയിൽ. അസ്തമനത്തിൻ മഹാമൗന നൊമ്പരം ഹൃത്തിലുറന്നൊഴുകുന്നൊരീ സന്ധ്യയിൽ ചെന്നിണം ചാലിച്ചു സീമന്തരേഖയിൽ കുങ്കുമം തൊട്ടൊരാകാശമേ നീയുമെൻ നെഞ്ചിനകത്തെ കടമ്പു വൃക്ഷത്തിലെ പഞ്ചമം പാടും കിളിക്കൊഞ്ചൽ കേട്ടുവോ? നീലനിലാവും കടൽ തിരമാലയും നിഹാരരാവുമൊരാതിരത്തെന്നലും നെഞ്ചകത്തെന്നോ കുറുകി മയങ്ങുന്ന
വെള്ളരിപ്രാവിൻ്റെ കണ്ണുനീർ കണ്ടുവോ? ഗോവിന്ദന്റെ കവിതയിൽ നിറയെ ദുഃഖങ്ങളും നൊമ്പരങ്ങളും ആണല്ലോ. എന്താ എനിക്കറിയാത്ത നൊമ്പരങ്ങൾ? എനിക്ക് ഓർമ്മ വയ്ക്കും മുമ്പേ എൻ്റെ അമ്മ എന്നെ വിട്ടുപോയി. മുത്തശ്ശി എന്നെ വളർത്തിയത്. പട്ടാളത്തിലായിരുന്ന അച്ഛൻ വല്ലപ്പോഴും അയച്ചു തന്നിരുന്ന പുത്തനുടുപ്പും സമ്മാനങ്ങളുമായിരുന്നു എനിക്ക് അച്ഛനെക്കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തിയിരുന്നത്. കാശ്മീർ അതിർത്തിയിൽ പാകിസ്ഥാൻ ഭീകരെറിഞ്ഞ ഗ്രനേഡിൽ ചിതറിത്തെറിച്ചെൻ്റെ അച്ഛൻ്റെ ശവമാണ് അവസാനമായി എനിക്ക് വന്ന സമ്മാനം. പിന്നെ സാന്ത്വനങ്ങൾ, ആശ്വാസവചനങ്ങൾ എല്ലാം ഒടുങ്ങുമ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു, ഞാൻ ഈ ലോകത്ത് തനിച്ചാണെന്ന്. ക്ഷമിക്കണം, ഞാൻ ഗോവിന്ദന് വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞ് വിഷമിപ്പിച്ചു. ഏയ്, എന്താ വാസുവിനൊന്ന് വായനശാല ഇറങ്ങാൻ താമസിച്ചോ? അതല്ലടോ, കവലയിൽ രാഷ്ട്രീയ വിശദീകരണം. തേനും പാലും ഒഴുക്കുകയല്ലേ, അല്പം കേട്ട് നിന്നുപോയി. ആർക്കുണ്ട് നീ നാടിനോട് സ്നേഹം? പട്ടിണി കൊണ്ട് നിലവിളിക്കുന്ന പെഞ്ചു കുഞ്ഞുങ്ങൾ, ഒരു തുണ്ട് ചപ്പാത്തിക്കോ ഒരു പിടി ചോറിനോ വേണ്ടി മാനം വിൽക്കേണ്ടി വരുന്ന പെങ്ങന്മാർ, പിറന്ന മണ്ണിൽ അഭയാർത്ഥികളായി ജീവിക്കുന്ന ഭാരതമക്കൾ, ഗോദ്രയും മാറാടും നിലവിളിക്കുമ്പോൾ കഴുത്തറത്തവന്റെ മതം നോക്കി പ്രതികരിക്കുന്ന രാഷ്ട്രീയക്കാർ, തലയെണ്ണി ഓട്ടുറപ്പിക്കുന്ന പ്രസ്താവനകൾ, നുണകൾ മാത്രം പറയുന്ന മാധ്യമങ്ങൾ, ജീവിതം കൊണ്ട് ഞങ്ങൾ നേടിയ സ്വാതന്ത്ര്യം. ഇതിനൊന്നും പരിഹാരമില്ലേ വാസുവേട്ടാ? ഉണ്ട്. വീണ്ടും ഒരു സ്വാതന്ത്ര്യ സമരം. പുഞ്ചിരി തൂകി എരിച്ചിടാം ജീവിതം, ദീപമിങ്ങേറും ഇരുട്ടകറ്റാൻ. പുഞ്ചിരി തൂകി എരിച്ചിടാം ജീവിതം, ദീപമിങ്ങേറും ഇരുട്ടകറ്റാൻ. നെഞ്ചുറപ്പോടെ ദേശഹോമാഗ്നിയിൽ നേറിയൊടുങ്ങും കവിസായിടാം. നെഞ്ചുറപ്പോടെ ദേശഹോമാഗ്നിയിൽ നേറിയൊടുങ്ങും ഹവിസായിടാം. നേറിയൊടുങ്ങും ഹവിസായിടാം. എനിക്കെന്ത് നേടാമെന്ന് ചിന്തിക്കാതെ നമുക്കെന്ത് നൽകാമെന്ന് ചിന്തിക്കുന്ന ഒരു പിടി ചെറുപ്പക്കാരെയാണ് നമുക്കിന്ന് ആവശ്യം. ദുരിതങ്ങളെ പ്രണയിക്കാൻ കഴിവുള്ളവർ. അവർക്ക് നഷ്ടപ്പെടാൻ പലതുമുണ്ടാവും. എടൂ, തൻ്റെ കയ്യിൽ വെളിച്ചമില്ലല്ലോ അല്ലേ? ഉണ്ട്, എൻ്റെ കയ്യിൽ വെളിച്ചമുണ്ട്. ഗോവിന്ദ്, വെരി ഗുഡ്. കവിതകൾ നന്നായിരുന്നു. താങ്ക്സ് മാത്രം പോരാ, ഞാൻ എഴുതിയൊരു പൊട്ട കവിത ഇതിൽ വെച്ചിട്ടുണ്ട്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണം.
സ്നേഹപൂർവ്വം ഗോവിന്ദന്. വൃത്തവും അലങ്കാരവുമില്ലാത്ത ഈ ഉള്ളവളുടെ ഒരു കവിതയാണിത്. തെറ്റുണ്ടെങ്കിൽ തിരുത്തണമെന്ന് അപേക്ഷിക്കുന്നു. അതിരുകളില്ലാത്തൊരാകാശമൊരു നാളിൽ അകതാരിലേക്കു വന്നല്ലോ. ഒരു സ്നേഹയമുനതൻ കരയിൽ കടമ്പിന്റെ ചുവടെ വർണ്ണനെത്തി. ഒരു മുളം തണ്ടുകൊണ്ടവനെന്റെ ഹൃദയവും അതിലെ സമസ്തവും നേടി. ഏറെ നാൾ കാത്തു ഞാൻ സൂക്ഷിച്ചൊരാമയിൽ പീലിയോ മൗലിയിൽ ചൂടി. അനുരാഗമന്ദസ്മിതം ചൂടിയവളിന്റെ മനതാരിലിളവേൽക്കയല്ലോ. ആരുതിനി താമസം സ്നേഹം കൊരുത്തൊരൻ മനമാല നീ സ്വീകരിക്കൂ. ഒരു കുടം പൈമ്പാൽ കറന്നു ഞാൻ എൻ്റെ ഈ ഹൃദയത്തിലുറയിട്ടു വച്ചു. ഇതു നൊമ്പരം കൊണ്ടു ദിനവും കടഞ്ഞു ഞാൻ മറുവെണ്ണ കാത്തുവച്ചല്ലോ. ആരുതിനി താമസം ഇതു നീ ഹരിക്കയിൽ രാധയെ കൈക്കൊള്ളുക കണ്ണാ. രാധയെ കൈക്കൊള്ളുക കണ്ണാ.
പരീക്ഷ കഴിഞ്ഞെല്ലാരും പെരിയിക്കുക. അതെ, എന്റെ കവിതയെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. നല്ല കവിത, പക്ഷെ അതിലെ ഭാവനകളിൽ തെറ്റുപറ്റിപ്പോയി. തെറ്റുകാരൻ ഞാനാ. ഗൗരിയുടെ മനസ്സ് കണ്ടെത്തുവാൻ ഞാൻ വൈകിപ്പോയി. ഒരു രാധയുടെ കണ്ണനാവാൻ എനിക്കാവില്ല ഗൗരി. ക്ഷമിക്കണം, ഞാൻ എന്തൊക്കെയോ മോഹിച്ചു പോയി. ഇനി എന്താ അടുത്ത പരിപാടി? കുറച്ച് യാത്ര ചെയ്യണം. ഭാരതത്തിന് ദരിദ്ര ഗ്രാമങ്ങളിലൂടെ, നഗരങ്ങളിലൂടെ, ഗലികളിലൂടെ. ഈ നാടിനു വേണ്ടി എൻ്റെ ജീവിതം കൊണ്ട് എന്തെങ്കിലും ആകുമെന്ന് ശ്രമിക്കണം. ആരോരും അറിയാതെ എവിടെയെങ്കിലും അവസാനിക്കും വരെ യാത്ര തുടരണം. അവിടെ പ്രണയത്തിന് സ്ഥാനമില്ല ഗൗരി. എന്നോട് ക്ഷമിക്കണം. എല്ലാത്തിനും മാപ്പ്. ഹൃദയത്തിൻ ചില്ലയിൽ ഇളവേത്തൊരാൺകിളി അകലേക്കകലേക്കു യാത്രയായി. ഇരുളിന്നു മറുതിയായി പുലരിയെത്തുന്നതും അകമേ നിനച്ചവൻ യാത്രയായി. ഇടനെഞ്ചു പൊട്ടിക്കരഞ്ഞൊരാ പെൺകിളി ഒരു തേങ്ങൽ മാത്രമായി നോക്കി നിന്നു. കഥനത്തിനാഴിയിൽ പകലൊടുങ്ങുന്നതും നിറകണ്ണുമായവൾ നോക്കി നിന്നു. നിറനെഞ്ചിലുതിരുന്ന ഗദ്ഗദപ്പൂക്കളും ഒരു കുടം കണ്ണീർ